UK ഒരു മൃഗശാലയിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ എലിവർഗത്തിൽപ്പെടുന്ന ക്യാപിബാരയായിട്ടുള്ള സാംബ എത്തിച്ചേർന്നതിന് പിന്നാലെ വീണ്ടും ഒരു ദിവസത്തിനകം തന്നെ രക്ഷപ്പെട്ടു. മറ്റൊരു കാപിബാരയെ അധികൃതർ സുരക്ഷിതമായിട്ട് കണ്ടെത്തിയെങ്കിലും സാംബ ഇപ്പോഴും പുറത്താണ്. അവളെ കണ്ടെത്തുന്നതിനായിട്ട് തിരച്ചിൽ ശക്തമായിട്ട് തുടരുന്നു. മൃഗത്തിന് അനാവശ്യമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടാകാതിരിക്കാൻ പൊതുജനങ്ങൾ അതിനെ സമീപിക്കരുതെന്ന് അധികൃതർ കർശനമായിട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ അതിഥി ക്യാപിബാര എന്ന് പറയുന്ന എലിവർഗത്തിൽപ്പെട്ട ജീവിയാണ്. ക്യാപിബാര എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ എലിവർഗത്തിൽപ്പെടുന്ന ഒരു സസ്തനിയാണ്. ശാന്ത സ്വഭാവവും കൂട്ടായിട്ട് ജീവിക്കുന്ന സ്വഭാവം കൊണ്ട് ഈ ജീവി വളരെ ശ്രദ്ധേയമാണ്. പ്രധാനമായിട്ടും ദക്ഷിണ അമേരിക്കയിലെ കാടുകളിലും ജലാശയങ്ങളോട് ചേർന്ന പ്രദേശങ്ങളിലും ഇവയുടെ ആവാസ കേന്ദ്രങ്ങളാണ്. ഇവയുടെ ശാസ്ത്രീയ നാമം ഹൈഡ്രോചോയസ് എന്നാണ്. ക്യാവിയുടെ എന്ന കുടുംബത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഗിനിപ്പന്നി പോലുള്ള മറ്റു ചെറിയ എലിവർഗങ്ങളെയും ഉൾക്കൊള്ളുന്ന കുടുംബമാണ്. റോഡൻഷ്യ എന്ന് പറയുന്ന ഓർഡറിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ എലിവർഗങ്ങളും ഉൾപ്പെടുന്ന വലിയ ജീവി വിഭാഗമാണിത്. ഇനി നമുക്ക് ക്യാപിബാരയുടെ പൂർവികരും വികാസത്തിന്റെ തുടക്കവും സംബന്ധിച്ചിട്ടുള്ള കാലഘട്ടത്തിലേക്ക് പോകുവാണെങ്കിൽ, ക്യാപിബാര ഇന്ന് ജീവിക്കുന്ന ഏറ്റവും വലിയ എലിവർഗത്തിലെ സസ്തനി ആയിരുന്നാലും അതിന്റെ വികാസ ചരിത്രം വളരെ പുരാതനവും കൗതുകകരവുമാണ്. ദക്ഷിണ അമേരിക്കയിലെ പരിസ്ഥിതിയുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ഈ ജീവി ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് നടന്ന പ്രകൃതി വികാസത്തിന്റെ ഫലമാണ്. ക്യാപിബാരയുടെ പൂർവികർ കാവിയോമോർഫ് എന്ന വലിയ എലി വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇത് ഏകദേശം 35 മുതൽ 40 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് ശാസ്ത്രജ്ഞന്മാർ കരുതുന്നുണ്ട്. പിന്നീട് ഇവ കടൽ കടന്ന് ദക്ഷിണ അമേരിക്കയിലേക്ക് എത്തി അവിടെ വ്യാപിച്ചു. കാലക്രമേണ ഈ പൂർവികർ വിവിധ രൂപങ്ങളിലേക്കും വലുപ്പങ്ങളിലേക്കും വികസിച്ചു. അതിൽ നിന്നാണ് ഇന്ന് കാണുന്ന ക്യാപിബാരയുടെ പൂർവിക രൂപങ്ങൾ രൂപപ്പെട്ടത്. ചില പുരാതന ബന്ധുക്കൾ ഇന്നത്തെ ക്യാപിബാരയേക്കാൾ വലുതായിരുന്നുവെന്നും ശ്രദ്ധേയമാണ്. ദക്ഷിണ അമേരിക്ക ഒരു ദ്വീപ് പോലെ ഒറ്റപ്പെട്ട ഭൂഖണ്ഡമായിരുന്ന കാലത്ത് ഇവിടെ ജീവിച്ചിരുന്ന എലിവർഗങ്ങൾ പരിസ്ഥിതിക്ക് അനുസരിച്ച് പ്രത്യേക രീതിയിൽ വികാസം നേടി. ഈ ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ ക്യാപിബാരയുടെ പൂർവികർ ജലാശയങ്ങളോട് ചേർന്ന ജീവിതത്തിലേക്ക് പതിയെ മാറി. ഇവയ്ക്ക് നീന്തുവാൻ അനുയോജ്യമായിട്ടുള്ള ശരീരഘടന, വലിയ വലിപ്പം, സസ്യഭക്ഷണ ശീലം എന്നിവ വികാസത്തിന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടതാണ്. ജലാശയങ്ങൾ ഭക്ഷണവും സുരക്ഷിതത്വവും നൽകുന്നതിനാൽ തന്നെ ഈ ജീവികൾക്ക് അവിടെയായിരുന്നു കൂടുതൽ ജീവിക്കാൻ വേണ്ടി സൗകര്യം. ഫോസിൽ പഠനങ്ങൾ പ്രകാരം ക്യാപിബാരയുടെ പൂർവികർക്ക് സമാനമായിട്ടുള്ള ജീവികൾ ദക്ഷിണ അമേരിക്കയിലെ വിവിധ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചില വംശങ്ങൾ പിന്നീട് നശിച്ചെങ്കിലും ചിലത് ഇന്നത്തെ ക്യാപിബാരയായിട്ട് തുടർന്നു. കാലാവസ്ഥ മാറ്റങ്ങൾ, ഭക്ഷണ ലഭ്യത, ജലാശയങ്ങളുടെ സാന്നിധ്യം എന്നിവ ക്യാപിബാരയുടെ വികാസത്തെ നിർണയിച്ചു. ജലാശയങ്ങളോട് ചേർന്ന് ജീവിക്കുന്നത്, കൂട്ടമായിട്ട് ജീവിക്കുന്ന സ്വഭാവം, സസ്യഭക്ഷണം ഇവയെല്ലാം പ്രകൃതി വികാസം വഴി ശക്തമായിട്ട് രൂപപ്പെട്ടതായത്, അതായത് നാച്ചുറൽ സെലക്ഷൻ വഴി ശക്തമായിട്ട് രൂപപ്പെട്ടതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിബാരയുടെ വികാസം ആഫ്രിക്കയിൽ നിന്ന് ആരംഭിച്ചു ദക്ഷിണ അമേരിക്കയിൽ വളർന്ന ഒരു ദീർഘകാല പ്രകൃതി പ്രക്രിയയാണ്. കാവിയോമോർഫ് എലികളിൽ നിന്നുള്ള പൂർവികരിലൂടെ പരിസ്ഥിതിയോട് ഇണങ്ങി വളർന്നിട്ടാണ് ഇന്ന് കാണുന്ന ക്യാപിബാര എന്ന വലിയ ജലസംബന്ധമായിട്ടുള്ള ജീവിതശൈലിയുള്ള ജീവി രൂപപ്പെട്ടത്. നമുക്ക് ഈ ക്യാപിബാരയായിട്ട് ബന്ധപ്പെട്ട ചില രസകരമായിട്ടുള്ള വസ്തുതകൾ നോക്കിക്കഴിഞ്ഞാൽ, ദക്ഷിണാഫ്രിക്കയിലെ കാടുകളിലും ജലാശയങ്ങളിലും ചേർന്ന പ്രദേശങ്ങളിലും കാണപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ എലിവർഗമാണ് ക്യാപിബാര. അതിന്റെ സൗമ്യ സ്വഭാവവും സാമൂഹിക ജീവിതവും കൊണ്ട് വളരെ ശ്രദ്ധേയമാണ്. ക്യാപിബാരയെ കുറിച്ചുള്ള ചില രസകരമായിട്ടുള്ള വസ്തുതകൾ നോക്കുകയാണെങ്കിൽ, ഒന്നാമതായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ എലി എന്ന് ഇത് അറിയപ്പെടുന്നുണ്ട്. ക്യാപിബാര ലോകത്തിലെ ഏറ്റവും വലിയ റോഡന്റ്, അതായത് എലി വർഗമാണ്. ഒരു പ്രായപൂർത്തിയായ ക്യാപിബാരയ്ക്ക് 35 മുതൽ 65 കിലോ വരെ ഭാരം ഉണ്ടാകും. ചിലപ്പോൾ ഇത് 1.2 മീറ്റർ വരെ നീളത്തിൽ വളരും. പിന്നെ ഇത് മികച്ച നീന്തൽക്കാരനാണ്. ക്യാപിബാരയുടെ ശരീരഘടന വെള്ളത്തിൽ ജീവിക്കാൻ വേണ്ടി അനുയോജ്യമാണ്. അവയ്ക്ക് പ്രായമായിട്ട് വെബ് ചെയ്ത കാൽപാദങ്ങളുണ്ട്. ഇത് നീന്താൻ വേണ്ടി എളുപ്പമാക്കുന്നുണ്ട്. അപകടം തോന്നുമ്പോൾ ഇവ വെള്ളത്തിനടിയിൽ 5 മിനിറ്റ് വരെ ശ്വാസം പിടിച്ചു കഴിയാൻ വേണ്ടി ഇവയ്ക്ക് കഴിയുന്നുണ്ട്. ക്യാപിബാരകൾ വളരെ സാമൂഹികമായിട്ടുള്ള ജീവികളാണ്. സാധാരണയായിട്ട് 10 മുതൽ 20 അംഗങ്ങളുള്ള കൂട്ടമായിട്ടാണ് ഇവ ജീവിക്കുന്നത്. ചില പ്രദേശങ്ങളിൽ 100-ലധികം അംഗമുള്ള വലിയ കൂട്ടമായിട്ടും ഇവ കാണപ്പെടുന്നുണ്ട്. പിന്നെ ഇവ സസ്യാഹാരി ആയിട്ടുള്ള ഭക്ഷണമായിരിക്കും. ഇവ പ്രധാനമായിട്ടും പുല്ല്, ജലസസ്യങ്ങൾ, പഴങ്ങൾ തുടങ്ങിയവയാണ് ഭക്ഷിക്കുന്നത്. ദിനത്തിൽ പല മണിക്കൂറുകൾ ഇവ പുല്ല് മേയുന്നതിനായിട്ട് ചിലവഴിക്കുന്നുണ്ട്. പിന്നെ ശബ്ദങ്ങളിലൂടെയുള്ള ആശയവിനിമയമാണ്. ക്യാപിബാരകൾ തമ്മിൽ ആശയവിനിമയം നടത്താൻ വേണ്ടി പലതരത്തിലുള്ള ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. വിസിൽ, ബാർക്ക്, ഗ്രൗണ്ട് തുടങ്ങിയവയൊക്കെയാണ് ശബ്ദങ്ങളാണ് ഇവ ഉപയോഗിക്കുന്നത്. ഓരോ ശബ്ദത്തിനും വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങൾ ഉണ്ടാവും. പിന്നെ മറ്റു ജീവികളുമായിട്ടുള്ള സൗഹൃദമാണ് അടുത്തൊരു സവിശേഷത. ക്യാപിബാരകൾ വളരെ സൗമ്യ സ്വഭാവമുള്ളതിനാൽ തന്നെ പക്ഷികൾ, കുരങ്ങുകൾ, ചിലപ്പോൾ മുതലകൾ പോലും ഇവയുടെ അടുത്ത് കാണപ്പെടാറുണ്ട്. ചില പക്ഷികൾ ക്യാപിബാരയുടെ ശരീരത്തിൽ ഇരുന്ന് പഴങ്ങൾ ഭക്ഷിക്കുന്നതൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ സ്വയം ശുചിത്വം പാലിക്കലാണ് അടുത്തൊരു സ്വഭാവം. ക്യാപിബാരകൾക്ക് ശരീര ശുചിത്വം വളരെ പ്രധാനമാണ്. ഇവ മണ്ണിൽ കളിക്കുകയും വെള്ളത്തിൽ കുളിക്കുകയും ചെയ്യുന്നത് പതിവാണ്. ഇത് ശരീരത്തിലെ ചൂട് നിയന്ത്രിക്കാൻ വേണ്ടി ഇവയെ സഹായിക്കുന്നുണ്ട്. പിന്നെ പല്ലുകളുടെ വളർച്ചയാണ്. എലിവർഗങ്ങൾക്കുള്ളതുപോലെ തന്നെ ക്യാപിബാരയുടെ പല്ലുകൾ ജീവിതം മുഴുവനും
വളരുന്നുണ്ട്. അതിനാൽ തന്നെ ഇവ തുടർച്ചയായിട്ട് പല്ല് ചവച്ച് പല്ലുകൾ ചുരുക്കി നിലനിർത്തുന്ന സ്വഭാവക്കാരാണ്. പിന്നെ ഇവയുടെ ജനനവും കുഞ്ഞുങ്ങളും സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പെൺ ക്യാപിബാരയ്ക്ക് സാധാരണയായിട്ട് 4 മുതൽ 5 വരെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നുണ്ട്. ജനിച്ച ഉടൻ തന്നെ കുഞ്ഞുങ്ങൾക്ക് നടക്കാൻ വേണ്ടിയും നീന്താൻ വേണ്ടിയും കഴിയുന്നുണ്ട്. പിന്നെ ഇവ ശാന്ത സ്വഭാവവും ജനപ്രിയതയും ഒക്കെ ഉള്ളൊരു ജീവിയാണ്. ക്യാപിബാരയുടെ സൗമ്യവും ശാന്തമായിട്ടുള്ള സ്വഭാവം കാരണം ഇന്ന് ഇത് പല രാജ്യങ്ങളിലും ഒരു ചിൽ, അതായത് റിലാക്സ് ആയിട്ടുള്ള ജീവിയായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രശസ്തമാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിബാര ഒരു സാധാരണ എലി മാത്രമല്ല, ഇത് പ്രകൃതിയുടെ അതുല്യമായിട്ടുള്ള സൃഷ്ടിയാണ്. ജലജീവിതത്തിനോടുള്ള അതിന്റെ അനുയോജ്യതയും സാമൂഹിക സ്വഭാവവും സൗമ്യതയും എല്ലാം ചേർന്നിട്ടാണ് ക്യാപിബാരയെ അത്രയും പ്രത്യേകമാക്കുന്നത്. ഇനി നമുക്ക് ക്യാപിബാരയുടെ ശാരീരികമായിട്ടുള്ള സവിശേഷത നോക്കുകയാണെങ്കിൽ, ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ, ദക്ഷിണ അമേരിക്കയിലെ ജലാശയങ്ങളോട് ചേർന്ന പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ക്യാപിബാര ലോകത്തിലെ ഏറ്റവും വലിയ എലിവർഗമാണ്. ജലജീവിതത്തിനും ഭൂജീവിതത്തിനും ഒരുപോലെ അനുയോജ്യമായിട്ടുള്ള നിരവധി പ്രത്യേക ശാരീരിക സവിശേഷതകൾ കൈവരിച്ചിരിക്കുന്നുണ്ട് ഇവയ്ക്ക്. ഒന്നാമതായിട്ട് ശരീര വലുപ്പവും ഭാരമാണ്. ക്യാപിബാരയ്ക്ക് ഏകദേശം 1 മുതൽ 1.3 മീറ്റർ വരെ നീളം ഉണ്ടാവും. ഉയരം സാധാരണയായിട്ട് 50 മുതൽ 60 സെന്റിമീറ്ററിന് ഇടയിലായിരിക്കും. ഭാരം 35 മുതൽ 65 കിലോഗ്രാം വരെയാണ്. ചിലപ്പോൾ ഇതിലും കൂടുതലായിരിക്കും. ഈ വലുപ്പമാണ് ഇതിനെ ലോകത്തിലെ ഏറ്റവും വലിയ റോഡന്റാക്കി മാറ്റുന്നത്. ക്യാപിബാരയുടെ ശരീരം കട്ടിയുള്ളതും ദീർഘവുമായിട്ടുള്ളതാണ്. ചെറിയ തലയും ഭാരം കൂടിയ ശരീരവുമാണ് ഇവയുടെ പ്രത്യേകത. കഴുത്ത് വളരെ ചെറുതാണ്. ശരീരം ഒരു വലിയ ഒറ്റക്കടന പോലെ തോന്നിക്കും. ഇവയുടെ ശരീരത്തിൽ തവിട്ട് നിറത്തിലോ ഇളം തവിട്ട് നിറത്തിലോ ഉള്ള കട്ടിയുള്ള രോമമാണ് കാണപ്പെടുന്നത്. രോമം വളരെ ദീർഘമായതിനാൽ തന്നെ വെള്ളത്തിൽ വേഗത്തിൽ ഉണങ്ങാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ചർമ്മം കുറച്ച് കട്ടിയുള്ളതും സൂര്യപ്രകാശത്തെയും കീടങ്ങളെയും നേരിടാൻ അനുയോജ്യവുമാണ്. ക്യാപിബാരയുടെ കണ്ണുകൾ, ചെവികൾ, മൂക്ക് എന്നിവ തലയുടെ മുകൾ ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് വെള്ളത്തിൽ മുങ്ങിയിരിക്കുമ്പോഴും പുറത്തുള്ള പരിസ്ഥിതി കാണാൻ വേണ്ടിയും ശ്വാസം എടുക്കാൻ വേണ്ടിയും ഒക്കെ സഹായിക്കുന്നുണ്ട്. ഈ സവിശേഷത ജലജീവിതത്തിലുള്ള പ്രധാനമായിട്ടുള്ള അനുയോജ്യമാണ്. ക്യാപിബാരയുടെ 4 കാലുകളാണുള്ളത്. മുൻകാലുകൾ 4 വിരലുകളും പിന്നിലെ കാലുകൾക്ക് 3 വിരലുകളും ഉണ്ടാവും. ഇവയുടെ കാൽപാദങ്ങൾ ഭാഗികമായിട്ട് വെബ് ചെയ്തതാണ്. ഇത് മികച്ച നീന്തൽ കഴിവ് ഇവയ്ക്ക് സഹായിക്കുന്നുണ്ട്. ക്യാപിബാരയുടെ മുൻപല്ലുകൾ വളരെ ശക്തമായിരിക്കും. ഇവ ജീവിതം മുഴുവൻ വളരുന്നതുകൊണ്ട് തന്നെ ഇവ നിരന്തരം പുല്ലും സസ്യങ്ങളും ഒക്കെ ചവച്ച് പല്ലുകൾ ചെറുതായിട്ട് നിലനിർത്തുന്നുണ്ട്. ഈ പല്ലുകൾ ഭക്ഷണം തകർക്കുന്നതിലും പ്രതിരോധത്തിനുമൊക്കെ ഇവയെ സഹായിക്കുന്നുണ്ട്. ക്യാപിബാരയ്ക്ക് വ്യക്തമായിട്ടുള്ള വാലില്ല എന്നൊരു പ്രത്യേകമായിട്ടുള്ള സവിശേഷതയാണ്. ഇത് ശരീരത്തെ കൂടുതൽ സുസ്ഥിരവും ലളിതവുമായിട്ടുള്ള രൂപത്തിൽ നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഭൂമിയിൽ ഇവ മിതമായിട്ടുള്ള വേഗത്തിൽ ഓടാൻ വേണ്ടി കഴിയും. പക്ഷെ വെള്ളത്തിലാണ് ഇവയുടെ യഥാർത്ഥമായിട്ടുള്ള കഴിവ് പ്രകടമാകുന്നത്. നീന്തലിലും മുങ്ങലിലും ഒക്കെ വളരെ പ്രാവീണ്യവും പുലർത്തുന്നുണ്ട്. പുരുഷ ക്യാപിബാരയ്ക്ക് മൂക്കിന് മുകളിലായിട്ട് റോഡില്ല എന്ന പ്രത്യേക ഗന്ധഗ്രന്ഥി കാണപ്പെടുന്നുണ്ട്. ഇത് അവയുടെ പ്രദേശം അടയാളപ്പെടുത്താൻ വേണ്ടിയും കൂടുതൽ അവയുടെ സ്ഥാനം അറിയിക്കാൻ വേണ്ടിയും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിബാരയുടെ ശാരീരികമായിട്ടുള്ള സവിശേഷതകൾ അതിന്റെ ജീവിതശൈലിയോട് ചേർന്നിട്ടുള്ളതാണ്. ജലത്തിലും കരയിലും ഒരുപോലെ സുഖപ്രദമായിട്ട് ജീവിക്കാൻ വേണ്ടി ഇവയുടെ ശരീരഘടന അതുല്യമായിട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നുണ്ട്. ഈ സവിശേഷതയാണ് ക്യാപിബാരയെ ലോകത്തിലെ ഏറ്റവും വലിയ ആകർഷണപരമായിട്ടുള്ള ജീവികളായിട്ട് മാറ്റുന്നത്. ഇനി നമുക്ക് ക്യാപിബാരയുടെ ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ ഹാബിറ്റന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ, ദക്ഷിണ അമേരിക്കയിൽ വ്യാപകമായിട്ട് കാണപ്പെടുന്ന ക്യാപിബാര ജലാശയങ്ങളുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരു സസ്യാഹാരി സസ്തനിയാണ്. തന്റെ ജീവിതത്തിലെ വലിയൊരു പങ്കും വെള്ളത്തിലും കരയ്ക്കുമിടയിൽ ചെലവഴിക്കുന്നുണ്ട് ഇവ. അതിനാൽ തന്നെ അതിന്റെ ആവാസ വ്യവസ്ഥയും ജലസാന്നിധ്യത്തോട് ശക്തമായിട്ട് ബന്ധപ്പെട്ടതാണ്. ക്യാപിബാരകൾ പ്രധാനമായിട്ടും ബ്രസീൽ, വെനസ്വേല, കൊളംബിയ, അർജന്റീന, പെറു, പരഗ്വേ തുടങ്ങിയ ദക്ഷിണാമേരിക്കൻ രാജ്യങ്ങളിലായിട്ടാണ് കാണപ്പെടുന്നത്. ആമസോൺ താഴ്വരയും ഓറിനാക്കോ നദീതട പ്രദേശങ്ങളിലും ഇവയുടെ പ്രധാനമായിട്ടുള്ള ആവാസ കേന്ദ്രങ്ങളാണ്. ക്യാപിബാരയുടെ പ്രധാന ആവാസ വ്യവസ്ഥ നദികൾ, തടാകങ്ങൾ, കായലുകൾ, ചെളിക്കാടുകൾ എന്നിവയ്ക്ക് അടുത്തുള്ള പ്രദേശങ്ങളാണ്. ഇവ വെള്ളം ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. ചൂട് നിയന്ത്രിക്കാൻ വേണ്ടിയും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും ഒക്കെ ഇവ വെള്ളത്തിൽ മുങ്ങിക്കഴിയുന്നുണ്ട്. ക്യാപിബാരകൾ സാധാരണയായിട്ട് പുല്ല് നിറഞ്ഞ തുറന്ന പ്രദേശങ്ങളിലും കാടുകളിലും അതിരുകളിലും കാണപ്പെടുന്നുണ്ട്. ഇവയ്ക്ക് ഭക്ഷണമായിട്ട് പുല്ലും ജലസസ്യങ്ങളും ആവശ്യമായതിനാൽ തന്നെ സസ്യസമ്പത്ത് ധാരാളമുള്ള പ്രദേശങ്ങൾക്ക് ഇവയ്ക്ക് അനുയോജ്യമാണ്. ഉഷ്ണമേഖല കാലാവസ്ഥയാണ് ക്യാപിബാരയ്ക്ക് ഏറ്റവും അനുയോജ്യം. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള അന്തരീക്ഷവും ഇവയ്ക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. വരണ്ട കാലങ്ങളിൽ ഇവ വെള്ളമുള്ള പ്രദേശങ്ങളിലേക്ക് കുടിയേറാറുണ്ട്. ക്യാപിബാരകൾ സാമൂഹികമായിട്ടുള്ള ജീവികളായതിനാൽ തന്നെ ഇവയ്ക്ക് ഒരേ സ്ഥലത്ത് കൂട്ടമായിട്ട് താമസിക്കുന്നുണ്ട്. ജലസാന്നിധ്യമുള്ള പ്രദേശങ്ങൾ ഇവയ്ക്ക് സുരക്ഷിതത്വവും ഭക്ഷണവും നൽകുന്നതിനാൽ തന്നെ കൂട്ടങ്ങൾ സാധാരണയായിട്ട് വെള്ളത്തിനടുത്താണ് കാണപ്പെടുന്നത്. ചില പ്രദേശങ്ങളിൽ ക്യാപിബാരകൾ മനുഷ്യരുടെ കൃഷിയിടങ്ങൾക്ക് അടുത്തും താമസിക്കുന്നുണ്ട്. കൃഷിയിടങ്ങളിൽ ലഭിക്കുന്ന പുല്ലും വെള്ളവും ഒക്കെ ഇവ ആശ്രയിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ചിലപ്പോൾ ഇവ കർഷകർക്ക് പ്രശ്നമാകാനും ഇടയുണ്ട്.
ജാഗ്വാർ, ആനോക്കോണ്ട, കൈമാൻ തുടങ്ങിയ മൃഗങ്ങളാണ് ക്യാപിബാരയുടെ പ്രധാനമായിട്ടുള്ള ശത്രുക്കൾ. അപകടം തോന്നുമ്പോൾ ഉടൻ തന്നെ വെള്ളത്തിലേക്ക് ചാടുകയും അവിടെ ഒളിക്കുകയും ചെയ്യും. അതിനാൽ തന്നെ വെള്ളം ഇവയുടെ ജീവൻ രക്ഷിക്കുന്ന പ്രധാനമായിട്ടുള്ള ഘടകമാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിബാരയുടെ ആവാസ വ്യവസ്ഥ ജലസാന്നിധ്യത്തോടും സസ്യസമ്പത്തോടും ഒക്കെ ചേർന്നിട്ടുള്ളതാണ്. വെള്ളവും ഭക്ഷണവും ഒരുപോലെ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ഇവ ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുന്നത്. പ്രകൃതിയുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ഈ ആവാസ രീതി ക്യാപിബാരയുടെ നിലനിൽപ്പിനും വിജയത്തിനും പ്രധാനമായിട്ടുള്ള കാരണമാണ്. ഇനി നമുക്ക് ഇവിടെ ക്യാപിബാരയുടെ ഭക്ഷണ രീതി അല്ലെങ്കിൽ ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ പറ്റി നോക്കുകയാണെങ്കിൽ, ക്യാപിബാരയുടെ ഭക്ഷണത്തിലെ പ്രധാനമായിട്ടുള്ള ഘടകം പുല്ലാണ്. ദിവസത്തിൽ നിരവധി മണിക്കൂറുകൾ ഇവ പുല്ല് മേയുന്നതിനായിട്ട് ചെലവഴിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചെറുതും മൃദുവായിട്ടുള്ള പുല്ലുകളാണ് ഇവ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ജലസസ്യങ്ങളോടും ചേർന്ന് ജീവിക്കുന്നതിനാൽ തന്നെ ക്യാപിബാരകൾ ജലസസ്യങ്ങളും വ്യാപകമായിട്ട് ഭക്ഷിക്കുന്നുണ്ട്. വെള്ളത്തിനുള്ളിൽ വളരുന്ന സസ്യങ്ങൾ ഇവയുടെ ആഹാരത്തിൽ പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. കാലാവസ്ഥ അനുസൃതമായിട്ട് ലഭിക്കുന്ന പഴങ്ങൾ, ഇലകൾ, തൈകൾ തുടങ്ങിയവയും ഇവ ഭക്ഷിക്കുന്നുണ്ട്. ചിലപ്പോൾ കൃഷിയിടങ്ങളിൽ നിന്നുള്ള വിളകളും ഇവയുടെ ഭക്ഷണത്തിലേക്ക് ഉൾപ്പെടാം. ക്യാപിബാരയ്ക്ക് വളരെ പ്രത്യേകമായിട്ടുള്ള ദഹന സംവിധാനമാണുള്ളത്. ഇവ ഹിൻഗറ്റ് ഫെർമെന്റേഷൻ എന്ന രീതിയിലാണ് ഭക്ഷണം ദഹിപ്പിക്കുന്നത്. അതിനാൽ തന്നെ സസ്യങ്ങളിലുള്ള സെല്ലുലോഡ് പോലുള്ള കഠിന ഘടകങ്ങളും ഇവയ്ക്ക് ദഹിപ്പിക്കാൻ വേണ്ടി കഴിയും. ക്യാപിബാരയുടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഭക്ഷണശീലം കോപ്പോഫജിയാണ്, അതായത് സ്വയം മലം വീണ്ടും ഭക്ഷിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ അസാധാരണമെന്ന് തോന്നാറുണ്ടെങ്കിലും ഇതിലൂടെ ഇവ കൂടുതൽ പോഷകങ്ങൾ, പ്രത്യേകിച്ച് വിറ്റാമിനുകളും പ്രോട്ടീനുകളും ഒക്കെ വീണ്ടും ആഗീകരണം ചെയ്യുന്നുണ്ട്. ക്യാപിബാരയ്ക്ക് ഭക്ഷണത്തോടൊപ്പം വെള്ളവും വളരെ പ്രധാനമാണ്. ഇവ പലപ്പോഴും വെള്ളത്തിനടുത്ത് തന്നെ ഭക്ഷണം കഴിക്കുകയും ഇടയ്ക്കിടെ വെള്ളം കുടിക്കുകയും ചെയ്യുന്നുണ്ട്. ക്യാപിബാരകൾ സാധാരണയായിട്ട് പുലർച്ചെയും സന്ധ്യയിലും കൂടുതൽ സജീവമായിട്ട് ഭക്ഷണം നേടുന്നുണ്ട്. ഉച്ചയിലെ കടുത്ത ചൂടിൽ ഇവ വിശ്രമിക്കുകയും വെള്ളത്തിൽ സമയം ചെലവഴിക്കുകയും ചെയ്യുന്നുണ്ട്. ക്യാപിബാരകളുടെ മുന്നിലെ പല്ലുകൾ വളരെ ശക്തമായിരിക്കും. ഇവയുടെ പല്ലുകൾ തുടർച്ചയായിട്ട് വളരുന്നതിനാൽ തന്നെ പുല്ലും കഠിന സസ്യങ്ങളും ചവച്ച് പല്ലുകളുടെ നീളം ഇവ നിയന്ത്രിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിബാരയുടെ ഭക്ഷണ രീതി ലളിതവും പ്രകൃതിയോട് ചേർന്നുള്ളതാണ്. പുല്ലും ജലസസ്യങ്ങളും പ്രധാനമായിട്ടുള്ള ഈ സസ്യാഹാര ജീവിത രീതി ഇതിന്റെ ദഹന സംവിധാനവും ശീലങ്ങളും ഒക്കെ കൂട്ടിച്ചേർന്ന് വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പ്രകൃതിയിലെ ലഭ്യമായിട്ടുള്ള വിഭവങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തുന്ന ഒരു മികച്ച ഉദാഹരണമാണ് ക്യാപിബാരയുടെ ഭക്ഷണ രീതി. അപ്പോൾ നമുക്ക് ക്യാപിബാരയുടെ പെരുമാറ്റം അല്ലെങ്കിൽ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നോക്കുകയാണെങ്കിൽ, ക്യാപിബാരകൾ വളരെ സാമൂഹികമായിട്ടുള്ള ജീവികളാണ്. സാധാരണയായിട്ട് 10 മുതൽ 20 വരെ അംഗങ്ങളുള്ള കൂട്ടമായിട്ടാണ് ഇവ ജീവിക്കുന്നത്. കൂട്ടത്തിൽ ഒരു പ്രബലമായിട്ടുള്ള ആണുണ്ടായിരിക്കും. നിരവധി പെൺ ക്യാപിബാരകൾ, കുഞ്ഞുങ്ങൾ എന്നിവയൊക്കെ ഇവയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ കൂട്ടജീവിതം സുരക്ഷയ്ക്കും ഭക്ഷണം കണ്ടെത്തുന്നതിനും ഒക്കെ സഹായിക്കുന്നുണ്ട്. ക്യാപിബാരകൾ പൊതുവെ വളരെ ശാന്തമായിട്ടുള്ള സ്വഭാവമുള്ളതാണ്. മനുഷ്യരോടും മറ്റും ജീവികളോടും ഒക്കെ ഇവ ആക്രമണ സ്വഭാവം കാണിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇവയെ പലപ്പോഴും ചിൽ ജീവികളായിട്ട് വിശേഷിപ്പിക്കാറുണ്ട്. ക്യാപിബാരകൾ തമ്മിൽ ആശയവിനിമയം നടത്താൻ വേണ്ടി വിവിധ തരത്തിലുള്ള ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. വിസിൽ, ഗ്രൗണ്ട്, ബാർക്ക്, പർക്ക് തുടങ്ങിയ ശബ്ദങ്ങൾ ഇവയുടെ ആശയവിനിമയ ഭാഗമാണ്. അപകട സൂചന നൽകാൻ വേണ്ടിയും കൂടുതൽ നിയന്ത്രിക്കാൻ വേണ്ടിയും ഈ ശബ്ദങ്ങൾ ഇവ ഉപയോഗിക്കാറുണ്ട്. ക്യാപിബാരയുടെ പെരുമാറ്റത്തിൽ വെള്ളത്തിന് വളരെ വലിയ പങ്കുണ്ട്. ചൂട് കുറയ്ക്കാൻ വേണ്ടിയും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും ഒക്കെ ഇവ വെള്ളത്തിൽ ചെലവഴിക്കുന്നുണ്ട്. ചിലപ്പോൾ വെള്ളത്തിനുള്ളിൽ ഭാഗികമായിട്ട് മുങ്ങി ഏറെ നേരം നിശ്ചലമായിട്ടിരിക്കാൻ വേണ്ടിയും ഇവയ്ക്ക് കഴിയും. ക്യാപിബാരകൾ സാധാരണയായിട്ട് പുലർച്ചയ്ക്കും സന്ധ്യയിലും സജീവമാണ്. ഈ സമയങ്ങളിലാണ് ഇവ ഭക്ഷണം തേടുന്നത്. ഉച്ച സമയത്ത് ചൂട് കൂടുതലായതിനാൽ തന്നെ ഇവ വിശ്രമിക്കാൻ വേണ്ടിയും വെള്ളത്തിൽ സമയം ചെലവഴിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. കൂടുതലുള്ള ക്യാപിബാരകൾ തമ്മിൽ പരസ്പരം ശരീരം വൃത്തിയാക്കുന്ന ശീലം കാണിക്കുന്നുണ്ട്. ഇത് അവയുടെ സാമൂഹികമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യമാണ്. പുരുഷ ക്യാപിബാരകൾ അവയുടെ പ്രദേശം അടയാളപ്പെടുത്താൻ വേണ്ടി ഗന്ധഗ്രന്ഥികൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് മറ്റ് ക്യാപിബാരകൾക്ക് അവയുടെ സാന്നിധ്യം അറിയാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അപകടം തോന്നുമ്പോൾ ക്യാപിബാരകൾ വളരെ വേഗത്തിൽ വെള്ളത്തിലേക്ക് ഓടുകയും അവിടെ ഒളിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ വെള്ളത്തിനടിയിൽ ശ്വാസം പിടിച്ച് കുറച്ച് സമയം തുടരാൻ വേണ്ടിയും ഇവയ്ക്ക് കഴിയുന്നുണ്ട്. ക്യാപിബാരകൾ കുഞ്ഞുങ്ങളെ കൂട്ടമായിട്ട് പരിപാലിക്കുന്നുണ്ട്. ഒരു അമ്മ മാത്രമല്ല, കൂട്ടത്തിലെ മറ്റ് ക്യാപിബാരകളും കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വത്തിനായിട്ട് പങ്കുചേരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിബാരയുടെ പെരുമാറ്റം അതിന്റെ സാമൂഹികവും പരിസ്ഥിതി സൗഹൃദവുമായിട്ടുള്ള ജീവിത രീതിയുടെ പ്രതിഫലനമാണ്. കൂട്ടായ ശാന്ത സ്വഭാവം, ജലസംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്നിവ ഇവയെ പ്രകൃതിയിലെ ഏറ്റവും സൗഹൃദപരമായിട്ടുള്ള ജീവികളിൽ ഒന്നായിട്ട് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഈ ക്യാപിബാരയുടെ പ്രജനനവുമായിട്ട് ബന്ധപ്പെട്ട റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നോക്കുകയാണെങ്കിൽ, ക്യാപിബാരകൾക്ക് ഒരു നിർദ്ദിഷ്ട പ്രജനന കാലം ഇല്ലെങ്കിലും സാധാരണയായിട്ട് മഴക്കാലത്തോട് ആണ് ഇവയുടെ പ്രജനനം കൂടുതലായിട്ട് നടക്കുന്നത്. ഈ സമയത്ത് ഭക്ഷണവും വെള്ളവും ധാരാളമായിട്ട് ലഭിക്കുന്നതിനാൽ തന്നെ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായിട്ടുള്ള സാഹചര്യമുണ്ട്. ഒരു ക്യാപിബാര കൂട്ടത്തിൽ സാധാരണയായിട്ട് ഒരു പ്രബലമായിട്ടുള്ള ആൺ, അതായത് ഡോമിനന്റ് ആയിട്ടുള്ള മെയിൽ ഉണ്ടായിരിക്കും. പ്രജനനത്തിനായിട്ട് പ്രധാനമായിട്ടും ഈ ആൺ ക്യാപിബാരയ്ക്കാണ് അധികാര അവകാശം. ഇത് കൂട്ടത്തിലെ ക്രമവും നിയന്ത്രണവും ഒക്കെ നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ക്യാപിബാരകളുടെ മേറ്റിംഗ് സാധാരണയായിട്ട് വെള്ളത്തിനുള്ളിലോ വെള്ളത്തിനടുത്തോ ആണ് നടക്കുന്നത്. ഇത് ഇവയ്ക്ക് സുരക്ഷയും സൗകര്യവും നൽകുന്നുണ്ട്. പെൺ ക്യാപിബാരയുടെ തയ്യാറെടുപ്പിനനുസരിച്ച് മേറ്റിംഗ് നടത്തുന്നുണ്ട്.
ക്യാപിബാരയുടെ ഗർഭകാലം ഏകദേശം 130 മുതൽ 150 ദിവസം വരെയാണ്. ഈ കാലയളവിൽ അമ്മ ക്യാപിബാര സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലേക്ക് വിശ്രമിക്കുകയും ആവശ്യമായിട്ടുള്ള ഭക്ഷണം സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒറ്റ പ്രസവത്തിൽ സാധാരണയായിട്ട് 3 മുതൽ 5 വരെ കുഞ്ഞുങ്ങൾ ജനിക്കും. ചിലപ്പോൾ ഇത് 8 വരെ എത്താം. കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ കണ്ണുകൾ തുറന്നതും രോമം വളർന്നതുമായിരിക്കും. അതിനാൽ തന്നെ ഇവയ്ക്ക് ജനിച്ചു ഉടൻ തന്നെ നടക്കാൻ വേണ്ടിയും നീന്താൻ വേണ്ടിയൊക്കെ കഴിയുന്നുണ്ട്. കുഞ്ഞുങ്ങൾ ജനിച്ച ശേഷം അമ്മയുടെ പാൽ കുടിച്ചിട്ടാണ് വളരുന്നത്. എന്നാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇവ പുല്ലുപോലുള്ള സസ്യഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങും. 3-4 മാസത്തിനുള്ളിൽ ഇവ പൂർണ്ണമായിട്ടും സ്വതന്ത്രമാകുന്നുണ്ട്. ക്യാപിബാരയുടെ പ്രജനനത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സവിശേഷതയാണ് കൂട്ടപരിപാലനം. ഒരു അമ്മ മാത്രമല്ല, കൂട്ടത്തിലെ മറ്റ് പെൺ ക്യാപിബാരയും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയും ചിലപ്പോൾ പാലുറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കുഞ്ഞുങ്ങളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ക്യാപിബാരകൾ ഏകദേശം 1 മുതൽ 1.5 വർഷത്തിനുള്ളിൽ ലൈംഗികമായിട്ട് പ്രായപൂർത്തിയാകും. ഈ സമയത്താണ് ഇവ പ്രജനനത്തിനായിട്ട് സജ്ജമാകുന്നത്. കുഞ്ഞുങ്ങൾക്ക് ശത്രുക്കളുടെ ഭീഷണി കൂടുതലായതിനാൽ തന്നെ കൂട്ടം മുഴുവനും അമ്മയെ സംരക്ഷിക്കുന്നതിനായിട്ട് ശ്രദ്ധ പുലർത്തുന്നുണ്ട്. അപകട സൂചന ലഭിച്ചാൽ അമ്മയും കൂട്ടവും കുഞ്ഞുങ്ങളെ വെള്ളത്തിലേക്ക് നയിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിബാരയുടെ പ്രജനന രീതി കൂട്ടായ്മയും പരിസ്ഥിതി അനുയോജ്യതയും അടിസ്ഥാനം ചെയ്തതാണ്. കുഞ്ഞുങ്ങളുടെ പരിപാലനത്തിൽ കൂട്ടത്തിന്റെ പങ്ക് വളരെ പ്രധാനമാണ്. ഈ സഹകരണപരമായിട്ടുള്ള സമീപനമാണ് ക്യാപിബാരയുടെ വർഗത്തിലെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും ഒക്കെ സഹായകരമാകുന്നത്. ഇനി നമുക്ക് ഈ ക്യാപിബാരയുടെ ആയുസ്, ഭീഷണികൾ, ശത്രുക്കൾ എന്നിവയെ പറ്റി നോക്കുകയാണെങ്കിൽ ക്യാപിബാരയുടെ ആയുസ് ഇവ ജീവിക്കുന്ന സാഹചര്യത്തെ ആശ്രയിച്ചിട്ടാണ് വ്യത്യാസപ്പെടുന്നത്. വന്യജീവിതത്തിൽ വൈൽഡിൽ സാധാരണയായിട്ട് 6 മുതൽ 10 വർഷം വരെ ഇവ ജീവിക്കുന്നുണ്ട്. പരിപാലിത സാഹചര്യത്തിൽ അല്ലെങ്കിൽ ക്യാപ്റ്റിവിറ്റിയിൽ നല്ല പരിചരണവും ഭക്ഷണവും ഒക്കെ ലഭിക്കുന്നതിൽ തന്നെ 10 മുതൽ 12 വർഷം വരെ ഇവ ജീവിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. വന്യജീവിതത്തിൽ ശത്രുക്കളും പരിസ്ഥിതി ഭീഷണികളും ഒക്കെ കാരണം ഇവയുടെ ആയുസ് കുറയാറുണ്ട്. ക്യാപിബാരകൾ വലിയവനാണെങ്കിലും ഇവയ്ക്ക് നിരവധി ശത്രുക്കളുണ്ട്. ജാഗ്വാർ ക്യാപിബാരയുടെ പ്രധാനമായിട്ടുള്ള ഭൂപ്രദേശ ശത്രുവാണ്. പിന്നെ ആനക്കോണ്ടയാണ്, വെള്ളത്തിൽ ആക്രമിക്കുന്ന വലിയ പാമ്പാണ് ഈ ആനക്കോണ്ട. പിന്നെ ഖൈമാൻ എന്ന് പറയുന്ന ജീവിയാണ്. വെള്ളാശയങ്ങളിൽ കാണപ്പെടുന്ന മുതൽ സമാനമായിട്ടുള്ള ജീവിയാണിത്. പിന്നെ കഴുകന്മാരാണ്, ഈഗിൾസ് ആണ്. പ്രധാനമായിട്ടും കുഞ്ഞുങ്ങളെ ഇവ ആക്രമിക്കുന്നുണ്ട്. ഈ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ക്യാപിബാരകൾ വെള്ളത്തിൽ ചാടുകയും അവിടെ ഒളിക്കുകയും ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ വെള്ളത്തിനടിയിൽ ശ്വാസം പിടിച്ച് കുറച്ച് സമയം തുടരാൻ വേണ്ടിയും ഇവയ്ക്ക് കഴിയും. പ്രകൃതിദത്തമായിട്ടുള്ള ഭീഷണികളായിട്ടുള്ള വരൾച്ച, ആവാസ വ്യവസ്ഥയുടെ നഷ്ടം, രോഗങ്ങൾ തുടങ്ങിയവയൊക്കെ ഇവ ബാധിക്കുന്ന കുറെ കാര്യങ്ങളാണ്. പിന്നെ മനുഷ്യരിൽ നിന്നുള്ള ഭീഷണിയുണ്ട്. വേട്ടാടൽ, കൃഷിയുടെ പ്രശ്നങ്ങൾ, വനനശീകരണം തുടങ്ങിയവയൊക്കെ ഇവിടെ ആയുസിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ക്യാപിബാരകൾക്ക് സ്വയം സംരക്ഷിക്കാൻ വേണ്ടി ചില പ്രത്യേക രീതികളുണ്ട്. കൂട്ടമായിട്ട് ജീവിക്കുന്നത് ഇവയ്ക്ക് സുരക്ഷ നൽകുന്നുണ്ട്. അപകടം തോന്നുമ്പോൾ വേഗത്തിൽ വെള്ളത്തിലേക്ക് ചാടുന്നുണ്ട്. ശബ്ദങ്ങളിലൂടെ കൂട്ടത്തെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വെള്ളത്തിൽ ഒളിച്ച് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന പ്രതിരോധ രീതികൾ ഇവയുടെ ആയുസിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിബാരയുടെ ആയുസ് നിലനിൽപ്പും നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടുള്ള ശത്രുക്കളും മനുഷ്യനിർമ്മിത ഭീഷണികളും ഇവയുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്. എന്നിരുന്നാലും കൂട്ടജീവിതവും ജലസാന്നിധ്യവും ഇവയ്ക്ക് മികച്ച പ്രതിരോധം നൽകാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പ്രകൃതിയോട് ചേർന്ന ഈ ജീവിത രീതി ക്യാപിബാരയെ ഒരു അതുല്യ കരുത്തുറ്റ ജീവിയായിട്ട് നിലനിർത്തുന്നുണ്ട്. ഇനി നമുക്ക് ക്യാപിബാരയുടെ സംരക്ഷണ നില നോക്കാം. ക്യാപിബാര ലോകത്തിലെ ഏറ്റവും വലിയ റോഡന്റ് ജീവിയാണ്. പ്രധാനമായിട്ടും ദക്ഷിണ അമേരിക്കയിലെ ഈർപ്പമുള്ള പ്രദേശങ്ങളായിട്ടുള്ള നദീതീരങ്ങൾ, തടാകങ്ങൾ, ചതുപ്പ് നിലങ്ങൾ എന്നിവിടങ്ങളാണ് ഇവ കാണപ്പെടുന്നത്. നിലവിൽ ക്യാപിബാരയുടെ സംരക്ഷണ നില അന്താരാഷ്ട്ര പ്രകൃതി സംരക്ഷണ സംഘടനയായിട്ടുള്ള ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ പ്രകാരം ലീസ്റ്റ് കൺസേൺ, അതായത് കുറഞ്ഞ ആശങ്ക വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം ഇവയുടെ വ്യാപക വിതരണം, അതായത് വൈഡ് ഡിസ്ട്രിബ്യൂഷൻ, കൂടാതെ സ്ഥിരമായിട്ടുള്ള ജനസംഖ്യയാണ് ഇവയ്ക്കുള്ളത്. ക്യാപിബാരകൾ ബ്രസീൽ, അർജന്റീന, കൊളംബിയ, വെനസ്വാല തുടങ്ങിയ രാജ്യങ്ങളിൽ വലിയ തോതിൽ കാണപ്പെടുന്നുണ്ട്. ഇവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾ ഇപ്പോഴും ലഭ്യമാണ് എന്നതാണ് ഇവയുടെ സംരക്ഷണ നില നല്ലതാണുള്ള പ്രധാനമായിട്ടുള്ള ഘടകം. കൂടാതെ ഇവ വേഗത്തിൽ പ്രജനനം നടത്തുന്ന ജീവികളായതിനാൽ തന്നെ ജനസംഖ്യയിൽ വലിയ ഇടിവുകൾ സാധാരണയായിട്ട് സംഭവിക്കാറില്ല. എന്നിരുന്നാലും ചില ഭീഷണികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായിട്ടും വനനശീകരണം, കൃഷി വികസനം, മനുഷ്യരുടെ അധിനിവേശം എന്നിവയൊക്കെ കാരണം ഇവിടെ ആവാസ വ്യവസ്ഥകൾ കുറയുന്നുണ്ട്. കൂടാതെ ചില പ്രദേശങ്ങളിൽ ഇവയെ വേട്ടയാടാൻ വേണ്ടിയും മാംസം, തൊലി എന്നിവയ്ക്കായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയും ഒക്കെ കാണപ്പെടുന്നുണ്ട്. ഈ ഘടകങ്ങൾ ചില പ്രദേശങ്ങളിൽ പ്രാദേശികമായിട്ട് ക്യാപിബാര ജനസംഖ്യ കുറയാൻ വേണ്ടി കാരണമാകുന്നുണ്ട്. അതിനോടൊപ്പം ക്യാപിബാരകൾ ചിലപ്പോഴൊക്കെ കൃഷിവിളകൾ നാശം വരുത്തുന്ന ജീവികളായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ഇതുമൂലം കർഷകരും മനുഷ്യരെ ഇവയെ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും ഒരു ഭീഷണിയായിട്ട് മാറുന്നുണ്ട്. എന്നിരുന്നാലും ചില രാജ്യങ്ങളിലും ഇവയുടെ സംരക്ഷിക്കുന്നതിനായിട്ട് നിയമപരമായിട്ടുള്ള നിയന്ത്രണങ്ങൾ നിലവിലുണ്ട്. സംരക്ഷണ നടപടികളുടെ ഭാഗമായിട്ട് ദേശീയ ഉദ്യാനങ്ങൾ, വന്യജീവി സംരക്ഷണ മേഖലകൾ എന്നിവിടങ്ങളിൽ ക്യാപിബാരകൾ സുരക്ഷിതമായിട്ട് ജീവിക്കുന്നുണ്ട്. കൂടാതെ ചില പ്രദേശങ്ങളിൽ ഇവയെ നിയന്ത്രിത രീതിയിൽ വളർത്തുകയും സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിബാരകൾ ഇപ്പോൾ വലിയ ഭീഷണി ഇല്ലെങ്കിലും ഭാവിയിൽ ഇവയുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുകയും
മനുഷ്യജീവി സംഘർഷം കുറയ്ക്കുകയും ചെയ്യുന്നത് അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. പ്രകൃതിയുടെ സമതുലന അവസ്ഥ നിലനിർത്തുന്നതിലും ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിലും ക്യാപിബാരയുടെ സംരക്ഷണം നിർണായകരമായിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് ഇവയുടെ ചരിത്രം സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ക്യാപിബാര ലോകത്തിലെ ഏറ്റവും വലിയ റോഡന്റ് ജീവിയായിട്ട് അറിയപ്പെടുന്നുണ്ട്. ദക്ഷിണ അമേരിക്കയിലെ നദീതീരങ്ങളിലും ചതുപ്പ് നിലങ്ങളിലും ഇവയുടെ പ്രധാനമായിട്ടുള്ള ആവാസ വ്യവസ്ഥയാണ്. ക്യാപിബാരയുടെ ചരിത്രം പ്രകൃതി ശാസ്ത്രീയപരമായിട്ടും സാംസ്കാരികപരമായിട്ടും വളരെയധികം രസകരമാണ്. ക്യാപിബാരയുടെ പൂർവികർ ഏകദേശം 20 മുതൽ 30 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണ അമേരിക്കയിൽ ജീവിച്ചിരുന്ന വലിയ റോഡന്റ് വർഗത്തിൽപ്പെട്ടവരാണ്. അന്ന് ദക്ഷിണ അമേരിക്ക ഒരു സ്വതന്ത്ര ഭൂഖണ്ഡമായതിനാൽ തന്നെ നിരവധി വിവിധ വലിപ്പമുള്ള റോഡന്റുകൾ അവിടെ വികസിച്ചു. കാലക്രമേണ പരിസ്ഥിതിയിലെ മാറ്റങ്ങൾ കാരണം പല വർഗ്ഗങ്ങളും ഇല്ലാതായി. എന്നാൽ ക്യാപിബാരയുടെ പൂർവികർ അതിജീവിച്ച് ഇന്നത്തെ രൂപത്തിലേക്ക് പരിണമിച്ചു. ദക്ഷിണ അമേരിക്കയിലെ ആദിവാസി സമൂഹങ്ങൾക്കൊപ്പം ക്യാപിബാരകൾക്ക് വളരെ പഴക്കമുള്ള ബന്ധമുണ്ട്. ഇവയുടെ മാംസം ഭക്ഷണമായിട്ട് ഉപയോഗിക്കുകയും തൊലി വിവിധ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ചില സംസ്കാരങ്ങളിൽ ക്യാപിബാരയെ സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും പ്രതീകമായിട്ട് കണക്കാക്കിയിരുന്നു. കാരണം ഇത് സാധാരണയായിട്ട് സമാധാനപരമായിട്ടുള്ള സ്വഭാവമുള്ള ജീവിയാണ്. 16ാം നൂറ്റാണ്ടുകളിൽ യൂറോപ്യൻ പരിവേഷകർ ദക്ഷിണ അമേരിക്കയിൽ എത്തിച്ചേർന്നപ്പോൾ അവർ ക്യാപിബാരയെ ആദ്യമായിട്ട് രേഖപ്പെടുത്തി. പിന്നീട് നടത്തിയ സ്വീഡിഷ് ശാസ്ത്രജ്ഞനായിട്ടുള്ള കാൾ ലിന്നേഴ്സ് 1766 ക്യാപിബാരയെ ശാസ്ത്രീയപരമായിട്ട് വർഗീകരിച്ചു. അതോടെ ക്യാപിബാര അന്താരാഷ്ട്ര ശാസ്ത്ര ലോകത്ത് അത് നേടുകയും കൂടുതൽ പഠനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. കൊളോണിയൻ കാലഘട്ടത്തിൽ കത്തോലിക്ക സഭയുടെ നിയമങ്ങൾ പ്രകാരം ചില പ്രദേശങ്ങളിൽ ക്യാപിബാരയെ മത്സ്യം എന്നായി കണക്കാക്കിയിരുന്നു. അതിലൂടെ നോമ്പ് കാലങ്ങളിൽ പോലും ഇവയുടെ മാംസം ഭക്ഷിക്കാൻ വേണ്ടി ആളുകൾക്ക് അനുമതി ലഭിച്ചു. ഈ പ്രത്യേകത ക്യാപിബാരയെ സാംസ്കാരികവും മതപരവുമായിട്ടുള്ള പ്രത്യേക സ്ഥാനത്തേക്ക് ഉയർത്തി. ഇന്ന് ക്യാപിബാരകൾ ലോകമെമ്പാടും ശ്രദ്ധ നേടുന്ന ജീവികളാണ്. ചില മൃഗശാലകളിലും സംരക്ഷണ കേന്ദ്രങ്ങളിലും ഇവയെ വളർത്തുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിബാരയുടെ ചരിത്രം പ്രകൃതിയുടെ പരിണാമവും മനുഷ്യരുടെ സാംസ്കാരികവുമായിട്ടുള്ള ബന്ധവും ഒരുപോലെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. പ്രാചീന കാലഘട്ടത്തിൽ ആരംഭിച്ച് ഇന്നത്തെ ഡിജിറ്റൽ ലോകം വരെ നീളുന്ന ഈ യാത്ര ക്യാപിബാരയെ ഒരു സാധാരണ ജീവിക്കുപരി മനുഷ്യർക്കിടയിൽ പ്രത്യേക സ്ഥാനമുള്ള ഒരു ജീവിയായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ അതിഥിയായിട്ടുള്ള ക്യാപിബാരയെ പറ്റിയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ. അടുത്ത അതിഥിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.